സ്തോത്രം. നാം പറഞ്ഞു വന്നത് ചർച്ചിനകത്ത് ക്രിസ്തുവേശുള്ള വിശ്വാസത്താലും സൗജന്യമായി നീതീകരിക്കപ്പെട്ടവരുടെ ചർച്ചിനകത്തും കോമൺ ആയിട്ട് സോഷ്യലായിട്ട് ഇടപെടുന്ന സമയത്തും അവരിൽ നിന്ന് വരേണ്ടതായിട്ടുള്ള ഔട്ട്കം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇത് നമ്മളിൽ ആരിലും ഇല്ല, നമ്മളിൽ സ്വയമായിട്ടില്ല. ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ സൗജന്യമായി നീതീകരിക്കപ്പെട്ട് ക്രിസ്തുവിൽ നാം വസിച്ചാൽ മാത്രമേ ഇത് നമ്മളിൽ കൂടെ പുറത്തു വരികയുള്ളൂ. അപ്പോൾ ആരെങ്കിലും പുറത്തു വരുന്നില്ലെങ്കിൽ അവനെ നിന്ദിച്ച് ചവിട്ടി കളയാനല്ല, മറ്റൊരുവൻ ആ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ സാരമില്ല. ഇതാണ് ഇതിൻ്റെ സത്യം, ഇതാണ് മറിഞ്ഞു കിടക്കുന്നത്. നമ്മൾ തന്നോട് ചേർത്തിരിക്കാൻ, അതായത് സാമാന്യമായതിൽ നിന്നും വിശുദ്ധമായതിനെ വേർതിരിക്കാൻ, വിശുദ്ധമാക്കാൻ വേണ്ടിയാണ്. ഇതെല്ലാം സാമാന്യമായവരിൽ ഉള്ള ഇതുണ്ട്. ചിലർ മറച്ചു വയ്ക്കും, ചില എന്താ സൈക്കോളജിക്കൽ വേലൊക്കെ ഇടപെടാൻ നോക്കും. ഇതുകൊണ്ടൊന്നും കാര്യമില്ല. നല്ല ടെമ്പറേച്ചർ വരുമ്പോൾ അതും ഉരുകും. കർത്താവ് അതിന് അവസരവും ഒരുക്കും. എന്താണെന്നറിയാം, ഈ കിട്ടം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം എത്രയും പെട്ടെന്ന് ആ കിട്ടങ്ങ് മാറി കിട്ടുന്നത് നല്ലത്. അപ്പോൾ അതിനുവേണ്ടി പറയാണ്, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുക്കുക. അപ്പൊ ദൈവകോപം അവന്റെ മേൽ വരാൻ വേണ്ടി പ്രതികാരം ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. കർത്താവേ, നീ ഇത് എന്തിനു വേണ്ടിയാ ചെയ്യുന്ന എനിക്ക് ഏകദേശം മനസ്സിലായി. എന്നെ നിന്നെ പോലെ ആക്കി തീർക്കാനാണ്. എനിക്കിത് പ്രതിഫലമേ ആകുകയുള്ളൂ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇത് പറയാനും പ്രസംഗിക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. പക്ഷെ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത്ര എളുപ്പമല്ല. അതിനാണ് കൃപയുടെ ആവശ്യം, പുനരുദ്ധാന ശക്തിയുടെ ആവശ്യം. നമ്മുടെ നേച്ചർ നമുക്ക് മനസ്സിലായാൽ ഉടനെ അത് അക്നോളജ് ചെയ്യുക. കർത്താവ്, എനിക്ക് മനസ്സിലായി, ഇതിനെ ഓവർകം ചെയ്യണമെങ്കിൽ എനിക്ക് നിന്റെ കൃപ വേണം, നിന്റെ പുനരുദ്ധാന ശക്തി എന്നിൽ വേണം, നീ എന്നിൽ വസിച്ച് എന്നിൽ കൂടെ പ്രവർത്തിച്ചെടുക്കണം. ഇതുപോലെ ക്രിസ്തുവിൽ അനേക പ്രവർത്തികളുണ്ട്. നമ്മുടെ കുറവുകളെ വെളിപ്പെടുത്തുക മാത്രമല്ല, കർത്താവ് പറഞ്ഞത്, ഞാൻ സ്വർഗത്തിന് ഭൂമിയിൽ സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെടുവീൻ. എന്നാൽ അപ്പസ്തോലന്മാർ 1-ാം നൂറ്റാണ്ടിൽ എന്താ കൊന്നൊടുക്കിയില്ലയോ? 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും കൊന്നൊടുക്കുകയായിരുന്നു. കർത്താവ് മാറിപ്പോയോ? അവിടെ വിശുദ്ധീകരണം കഴിഞ്ഞു, അവിടെ എടുക്കേണ്ട സമയമായി. കർത്താവ് അതിനോട് ചേർത്തു. എന്നാൽ സഭയുടെ ശക്തി ക്ഷയിച്ചില്ല, ആളെണ്ണം കുറഞ്ഞു. പക്ഷേ സഭയുടെ ശക്തി കൂടിക്കൊണ്ടേയിരുന്നു. കാരണം കർത്താവിന്റെ തേജസ് അവരിൽ വസിച്ചുകൊണ്ടേയിരുന്നു. റോമൻ സാമ്രാജ്യത്തെ ഇരുമ്പിന് തുല്യ ബലമുള്ള, നമ്മുടെ ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിലെയും 7-ാം അധ്യായത്തിലെ പ്രവചനങ്ങൾ വായിക്കുമ്പോൾ ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിനോടും സാദൃശ്യമാക്കാൻ പറ്റാതെ വണ്ണം ഘോരവും ഭയങ്കരമായൊരു മൃഗത്തെ അതിനാണ് റോമൻ സാമ്രാജ്യത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇരുമ്പിന് തുല്യം. ദാനിയേലിന്റെ ആ ബിംബത്തിന്റെ പ്രതി നോക്കുകയാണെങ്കിൽ അരയ്ക്ക് കീഴെ സ്തോത്രം 2 കാല് വെസ്റ്റേൺ ഈസ്റ്റേൺ ഇരുമ്പിന് തുല്യമാണ്. അങ്ങനെയുണ്ടായിരുന്ന ഘോരവും ഭയങ്കരമായിരുന്ന സാമ്രാജ്യമായിരുന്ന റോമൻ സാമ്രാജ്യത്തെ ദൈവസഭ വാളും ബില്ലും വെച്ചിട്ടല്ല കീഴ്മേൽ മറച്ചത്, തന്നെത്താൻ കീഴ്മേൽ മറിഞ്ഞു. അതിന്റെ പുറകിൽ പ്രവർത്തിച്ചാലതറിയാം, സ്വർഗത്തിന് ഭൂമി സകല അധികാരമുള്ളവൻ ഈ ഉപദ്രവം സഹിക്കുന്നവരുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് സ്വർഗത്തിനും ഭൂമിയിലും അവൻ സകല അധികാരമുള്ളവയെ വാഴുന്നത് പോലെ ഈ പാവപ്പെട്ട വിശ്വാസികളിലും റോമൻ സാമ്രാജ്യത്തെ കീഴ്മേൽ മറക്കിയവൻ തക്കവണ്ണം പ്രവർത്തിച്ചു. അത് ഇന്നും നടക്കുന്നുണ്ട്. ധന്യനായ ഏകാധിപതി, തിമോഥെയോസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. എന്ന് പറഞ്ഞ കമാൻഡർ, ഭൂരാജാക്കന്മാർക്ക് കമാൻഡ് കൊടുക്കുവാൻ അധികാരമുള്ളവനാണ് നമ്മളിൽ വസിക്കുന്നവൻ. അത് കർത്താവ് മാത്രമല്ല ചെയ്യുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മിൽ വസിക്കുന്ന കർത്താവിന് ആവശ്യമുള്ള സമയത്ത് നമ്മെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വായിൽ കൂടെ വരുന്ന വാക്കുകളാൽ ഭൂരാജാക്കന്മാർക്ക് കമാൻഡ് കൊടുക്കാം. എളിവരായി നമ്മൾ കൂടെ കർത്താവ് ചെയ്തെടുക്കുന്നുണ്ട്. പ്രശംസിക്കാനല്ല, ആരും അറിയണ്ട. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കുന്ന സൗന്ദര്യമില്ല. ഇതാണ് ക്രിസ്തുവിലുള്ളവരുടെ ഭാവം എന്ന് നല്ലവണ്ണം ഉറച്ചാൽ മാത്രം നിങ്ങൾക്ക് ക്രിസ്തുവിൽ വസിക്കാൻ സാധിക്കും. അല്ല സ്റ്റേജ് വേണം, 4 പേരെ അറിയണം എന്നൊക്കെയാണ് ചിന്താഗതിയെങ്കിൽ
അത് പാളയത്തിനകത്താ, ക്രിസ്തു പാളയത്തിന് പുറത്താ. നിന്നെയും പരിഹാസവും അപമാനം. പക്ഷെ ആരുണ്ട്? സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ളവനുണ്ട്. ഭൂരാജാക്കന്മാർക്ക് അധിപതിയായവനുണ്ട്. ലോക രാഷ്ട്രങ്ങളെ കീഴ്മേൽ മറയ്ക്കുന്നവൻ നമ്മളിൽ വസിക്കുന്നുണ്ട്. ഇതിനെന്ത് നമ്മൾ പ്രത്യേകിച്ച് വലിയ എക്സസൈസ് ഒന്നും ചെയ്യേണ്ട. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ അതിനുവേണ്ടി ഒരുക്കുമ്പോൾ കർത്താവേ എൻ്റേതായിട്ട് ഒന്നും വേണ്ട. മോശ തീർത്ത സമാപന കൂടാരത്തിൽ നിന്റെ തേജസ് വെളിപ്പെട്ടപ്പോൾ മോശയ്ക്ക് അവിടെ സ്ഥാനമില്ലായിരുന്നു. ശലോമോൻ തീർത്ത ആലയത്തിൽ നിന്റെ തേജസ് വെളിപ്പെട്ടപ്പോൾ പുരോഹിതന്മാർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. അതിനേക്കാളും തേജസ്സുള്ളവനായിട്ടാണ്. അതവന് സ്വർഗത്തിന് മുമ്പിൽ സകല അധികാരമില്ലായിരുന്നു. താൻ മാനവജാതിക്ക് വേണ്ടി പാപ പരിഹാരമായി തീർന്ന് ഉയർത്തിയതിനു ശേഷമാണ് പറഞ്ഞത് സ്വർഗത്തിന് മുമ്പിൽ സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ആ ക്രിസ്തുവാണ് നമ്മൾ വാഴുന്നത്. മഹിമയുടെ വലതുഭാഗത്ത് തനിക്ക് തുല്യന ഒരേ സിംഹാസനത്തിൽ വാഴുന്നവൻ. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടല്ലേ? പക്ഷേ സത്യം അതാണ്. ദൈവവചനം ആകാശം ഭൂമി ഒഴിഞ്ഞു പോയാലും ഒഴിഞ്ഞു പോകുകയില്ല. അപ്പൊ ദൈവകോപം നമ്മൾ ഉപദ്രവിക്കുന്ന ദൈവകോപം വരാൻ വേണ്ടി വിട്ടുകൊടുക്കേണ്ട. കർത്താവേ, നമ്മൾ ഉപദ്രവിക്കുന്നവരെ നിന്റെ നാമത്തിൽ നല്ല ഹൃദയത്തോട് ഞാൻ അനുഗ്രഹിക്കുന്നു. നമ്മുടെ കയ്യിൽ ഒരേ ഒരു അനുഗ്രഹമുള്ളൂ, പുതിയ നിയമത്തിൽ ഒരേ ഒരു അനുഗ്രഹമുള്ളൂ, ക്രൈസ്റ്റ് ജീസസ്. നമ്മളെ ആരെയും അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹം എന്താ? ക്രിസ്തു മാത്രം. പുതിയ നിയമത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹം ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു മാത്രം. അതുണ്ട്, അതുണ്ടായി സകലമുണ്ട്. അതുണ്ടായാൽ അതിൻ്റെ കൂടെ സകലതുമുണ്ട്. എന്താ? അവനെത്താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പറയല്ലേ, അവനെത്താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ കൂടാതല്ലോ ഇല്ല. പിന്നെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട്, തന്റെ സൃഷ്ടികളായിരിക്കുന്നുണ്ട്, ദുഷ്ടനും നീതിമാനും ഒരുപോലെ നൽമഴയും നൽവയിലും കൊടുക്കുന്നവനാണ്. അപ്പോൾ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുക്കുകയും പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നവന് കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കൽ കുന്നിക്കുക. അപ്പൊ അവന്റെ തലമേൽ തീക്കൽ കുന്നിക്കാൻ വേണ്ടി അവന് ആഹാരം കൊടുക്കണ്ട. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ റിയാലിറ്റിയിൽ വരുമ്പോൾ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. എന്താ പറയുക? നമ്മുടെ സെൽഫ് കിടക്കുന്നത് കൊണ്ട്. അവനെ അങ്ങ് ക്രൂശിച്ചാൽ, ക്രിസ്തു നമ്മിൽ പൂർണ്ണനായാൽ ഈ പറയുന്ന കാര്യം നടക്കും, അല്ലാത്തോടത്തോളം നടക്കില്ല. എന്നിട്ട് കൺക്ലൂഡ് ചെയ്യാണ്, ദൈവത്തോട് പറയാണ്, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഇതിലൊക്കെ എന്താ പറഞ്ഞേ, സംഗ്രഹിക്കുന്നതാണ്. ഒരു ചേട്ടൻ തടിച്ചാൽ മറിച്ചേട്ട് കാണിക്കുക. നിന്റെ വസ്ത്രം എടുക്കാൻ താല്പര്യപ്പെടുന്നതിന്റെ പുതപ്പും കൂടെ വിട്ടുകൊടുക്കുക. ഒരു നാഴിക നടക്കാൻ പറഞ്ഞുകൊണ്ട് 1, 2 അല്ല 4 നാഴിക നടന്നാലും കുഴപ്പമില്ല. അതിന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചിന്തിച്ചാലേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. യെരൂശലേമിൽ നിന്ന് യെരിഹോയിലേക്ക് പോകുമ്പോൾ കള്ളന്മാരും കൊലപാതകന്മാരുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്നവരാരും വഴിയടിയിൽ ആരെയും നിൽക്കുന്നത് കണ്ട് അവർ നിർബന്ധിക്കും, നീ എൻ്റെ കൂടെ വാങ്ങും. വന്നില്ലെങ്കിൽ അവരോട്ട് ഉപദ്രവിക്കും. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ ഇവന്റെ കൂടെ അപ്പൊ കള്ളന്മാരൊന്നും പിടിക്കില്ല. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഈ പാവത്തെ തന്നെ വരണം. അപ്പൊ അവൻ ഇത്തിരി കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവനാണ്, അതുകൊണ്ടാണ് ഒരുവനെ നിർബന്ധിക്കുന്നത്. അപ്പൊ നീ അവന്റെ കൂടെ പോകാൻ നിന്നെ നിർബന്ധിച്ചാൽ നീ അവന്റെ കൂടെ 2 നാഴിക പോ, അല്ലെങ്കിൽ നിന്നെ അവൻ ഉപദ്രവിക്കും. ഒരു ചേട്ടത്ത് അടിച്ച് അവന് കോപം കൊണ്ട് അടിക്കുന്നത്, നീ അതിനോട് എതിർത്താൽ എന്താവും? നിന്റെ 2 ചേട്ടല്ല 2 ചെവി കണ്ണുകളും അടിച്ചു പൊട്ടിക്കും. അരികൾ അവന് അവന്റെ കോപം തരുമ്പോൾ ഒരു ചേട്ടത്ത് അടിക്കണേ അവൻ അടിച്ചോട്ടെ, ആരോ ഇതിനെ തല്ലിക്കൊല്ലും. എന്താ? കർത്താവ് നമ്മെ കരുതുന്നത് കൊണ്ടാണ് പറയുന്നത്. സ്തോത്രം. ഇതാ പറഞ്ഞ തിന്മയോട് തോൽക്കാതെ. അപ്പൊ നമ്മുടെ മുമ്പിൽ തിന്മ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇന്നത്തെ 2 ലൈനിൽ തുടങ്ങി സ്തോത്രം, ഈ പ്രത്യേകിച്ചും വേഴ്സ് 14 to 20 വരെയുള്ള കാര്യങ്ങൾ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിലെല്ലാം നമുക്ക് വെളിപ്പെട്ട് വരുന്നത് തിന്മയായിരിക്കും. പക്ഷെ ആ തിന്മയോട് തിന്മ കൊണ്ട് തോൽക്കാതെ തിന്മയെ നന്മയാൽ ജയിക്കുക. ഇതിന് നമുക്ക് ക്രിസ്തുവിൻ്റെ ആവശ്യം. ഈ യാത്രയിലാണ് നമുക്ക് ഉയർത്തെഴുന്നേറ്റവന്റെ ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തിയുടെ ആവശ്യം. ഇതിനാണ് കൃപ എന്ന് പറയുന്നത്. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഞാനത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ഏതൊരു ബലഹീനതയിലും എത്ര വിഷയമായിക്കോട്ടെ
ആകാശം ഭൂമി ഒഴിഞ്ഞു പോയാലും ദൈവവചനം മാറുകയില്ല. തത്സമയത്ത് കൃപ ലഭിക്കേണ്ടതിന് കൃപാസനത്തിലേക്ക് നമ്മൾ നോക്കുക. നമ്മുടെ നങ്കൂരം കൃപാസനത്തിലേക്കാണ്. ലോകത്തിൽ ആശ്രയിക്കുന്നവരുടെ നങ്കൂരം ലോകത്തിലേക്കാണ്. ചിപ്പുകൾ സാധാരണ നങ്കൂരപ്പെടുന്നത് കടലിന്റെ അടിത്തട്ടിലേക്കാണ്. ഒരു വിശ്വാസി നങ്കൂരപ്പെടേണ്ടത് കൃപാസനത്തിലേക്കാണ്. അപ്പൊ എത്രമാത്രം തിരമാലകൾ അടിച്ചാലും ഇങ്ങനെ മേളിലേക്ക് പൊങ്ങിക്കൊണ്ടേയിരിക്കുകയുള്ളൂ, ക്രിസ്തുവിനോട് അടുത്തുകൊണ്ടേയിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കൃപ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, അവൻ്റെ തേജസ് നമ്മൾ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതാണ് യഥാർത്ഥ സുവിശേഷം, ഇതാണ് യഥാർത്ഥ വിശ്വാസിയുടെ യാത്ര. ഇത് അനുഭവ പരിജ്ഞാനമില്ലാത്തവർ ഇതിനൊക്കെ പരിഹസിക്കും. നിങ്ങൾ ദാരിദ്ര്യത്തിൻ്റെ സുവിശേഷം പറയുന്നത് പറയും, പക്ഷെ സത്യം ഇതാണ്. സ്തോത്രം. നമ്മൾ ഈ ഒരു കാര്യം ചർച്ചുമായിട്ടുള്ള റിലേഷനിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ദൈവം കൃപ ചെയ്യുകയാണെങ്കിൽ 13th ചാപ്റ്റർ തുടങ്ങി ദൈവമക്കള് രാഷ്ട്രതലവന്മാരുമായിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്സുമായിട്ട് അല്ലെങ്കിൽ ലോക ഭരണകൂടങ്ങളുമായിട്ട് എങ്ങനെ ഇടപെടണം, എങ്ങനെ അവർക്ക് കീഴ്പ്പെട്ടിരിക്കണം, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കീഴ്പ്പെടേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ കീഴ്പ്പെടേണ്ട ആവശ്യകതയില്ല. അപ്പം എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ക്രിസ്തു നമ്മളിൽ വസിക്കുകയും നാം ക്രിസ്തുവിൽ വസിക്കുകയും ചെയ്യണം. ദൈവരാജ്യത്തിൻ്റെ ശക്തി നമ്മളിൽ കൂടെ വെളിപ്പെടണം. ക്രിസ്തു തലയായിരിക്കുന്ന ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നാം ഓരോരുത്തരും. സകലത്തിൽ നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമാകുന്ന സഭയ്ക്കാണ് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും മേലെ അധികാരം നൽകിയിരിക്കുന്നത്. ഈ സഭയാണ് വെളിപ്പെടേണ്ടത്, ഈ സഭയാണ് വെളിപ്പെടേണ്ടത്. കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയോളം ഇത് ഇന്നും ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. റാപ്ചർ നടന്നു പഠിപ്പിക്കും, നടന്നു കഴിഞ്ഞു എന്ന് പഠിക്കുന്ന പലരുണ്ട്. അവരവർ പഠിക്കപ്പോട്ടെ. അല്ലെങ്കിൽ ചർച്ചും ട്രിബുലേഷനിൽ കൂടെ കടന്നു പോകുന്ന പഠിപ്പിക്കുന്നവരുണ്ട്. അവരവരെവിടെ ട്രിബുലേഷനിൽ പോകട്ടെ. പക്ഷേ ട്രിബുലേഷന് മുമ്പ് റാപ്ചർ നടക്കുമെന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അതിൻ്റെ ഒരുക്കത്തിലേക്കാണ് നമ്മൾ നടത്തുന്നത്. അത് ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രയത്നങ്ങളല്ല, നാം പരിശുദ്ധാത്മാവും കൂടെ ചെയ്യുന്ന കാര്യമാണ്. ഇതൊക്കെ നമ്മൾ ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ കർത്താവേ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ കുറച്ചൊക്കെ ഉണ്ടല്ലോ, വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിലേക്ക് എന്നെ നടത്തണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവ് വ്യസനത്തിലുള്ള മാർഗം കാണിച്ചു തരും. അപ്പോൾ കരയരുത്, കർത്താവേ സ്തോത്രം, നീ ഇത് കാണിച്ചു തന്നല്ലോ, നിൻ്റെ ഉള്ളം കയ്യിലാണ് എന്നെ ഇരിക്കുന്നത്. കർത്താവ് എനിക്ക് മനസ്സിലായി, പ്ലീസ് എനിക്കിവിടെ ഈ വിഷയത്തിൽ എനിക്ക് നിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. ഞാൻ കൃപാസനത്തിലേക്ക് എന്നെ കണ്ണു ഉയർത്താം, നിന്നെ കൂടാതെ എനിക്കിന്ന് ജയിക്കാൻ പറ്റുകയില്ല. ഇതാണ് ട്രൂ ഗോസ്പൽ. ഇതാണ് നമ്മുടെ സാമാന്യമായതൊന്നും വിശുദ്ധമായി വേർതിരിക്കുന്ന പരിപാടി. ഇങ്ങനെയേ നമുക്ക് വിശുദ്ധരാകാൻ പറ്റുള്ളൂ. കുഞ്ഞാടിൻ്റെ രക്തം നമ്മുടെ മനസ്സാക്ഷി സകല പാപങ്ങൾ പോയി ശുദ്ധീകരിക്കുന്നു. സ്തോത്രം. ആത്മാവ് നമ്മളെ നീതീകരിക്കുന്ന, നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യുന്ന പ്രവൃത്തി ഇങ്ങനെയാണ്. നമ്മുടെ പ്രവൃത്തി കൂടാതെ അല്ല ചെയ്യുന്നത്, നമ്മുടെ സഹകരണം കൂടാതെ, നമ്മുടെ കൺസെൻറ്റ് കൂടാതെ അല്ല ചെയ്യുന്നത്. നാം പരിശുദ്ധാത്മാവ് കൂടെ ജോയിൻറ്റ് വെഞ്ചറാണത്. അതിന് നിങ്ങളെ ദൈവം ഒരുക്കുമ്പോൾ പൂർണ്ണ ധൈര്യത്തോടുകൂടെ, പൂർണ്ണ സമർപ്പണത്തോടുകൂടെ, കർത്താവേ മോശയുടെ കൂടാരത്തിൽ, ശലഭം തീർത്ത ആലയത്തിൽ നീ വസിച്ചപ്പോൾ അവിടെ പുരോഹിതന്മാർക്കും മോശയ്ക്ക് സ്ഥാനമില്ലായിരുന്നു. ഇതളിവൻ നിനക്ക് വാസയോഗ്യമായിട്ട് എന്നെ ഏൽപ്പിക്കുന്നു. ഒരു ഗുണം പറയാനില്ല. നീ പ്രാശ്ചിത്തമായി തീർന്ന ആ നീതി മാത്രമേ പറയുവാനുള്ളൂ, മറ്റൊരു മെറിറ്റുമില്ലെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമേ, കർത്താവ് വചനങ്ങളെ നമ്മൾ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ നിത്യമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്ന സ്തുതിക്കുന്നതിൻ്റെ ഏറെ കൃപകൾക്കായി സ്തോത്രം. തിരുവഴുത്തിൽ ധ്യാനിപ്പം കർത്താവ് കൃപ നൽകിയല്ലോ. ഇനി മഹാരാജ്യത്തിന് കർത്താവ് ഇനി കൊടുത്ത ശാന്തതയ്ക്കായി സ്തോത്രം. ഭൂരാജക്കന്മാർക്ക് അധിപതിയായവൻ, ധന്യന്യായാധിപതിയായവൻ ഞങ്ങളിൽ കൂടെ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ഇസ്രായേലിൽ നിന്റെ നാമത്തെ അനുഗ്രഹിക്കുന്ന കർത്താവ്, നിന്റെ ജനത്തെ ഒളിഞ്ഞു മറിഞ്ഞിരുന്നു കൊണ്ട് ഭൂമണ്ഡലത്തിൽ നിന്ന് ഛേദിച്ചു കളയുന്ന എൻ്റെ വചനത്തെ എതിരായിക്കൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റികൾ ചെയ്യുന്ന ദുഷ്ടപ്രവൃത്തിയുടെ മേൽ നിന്റെ കരത്തിന്റെ ബലത്തും പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ